ഇതൊരു ആനിമേ ലവേഴ്സിനുള്ള സ്പോട്ടാണ്. ഇവിടെ വരിക, ഏത് കടയിൽ വേണമെങ്കിൽ കയറാം. എല്ലാം ആനിമേ സ്റ്റോഴ്സാണ്. ജപ്പാനിൽ നമുക്ക് ഒരു സൗന്ദര്യം വീട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ അധ്വാനിച്ച് നേടി. നമ്മൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആനിമേ സ്റ്റോർ ആയിട്ടുള്ള ആനിമേറ്റിൻ്റെ സ്റ്റോറിലാണ് വന്നിരിക്കുന്നത്. ആനിമേറ്റിൻ്റെതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനിമേ ഫിഗർ സ്റ്റോഴ്സ് ഉള്ളത്. ഇതല്ല ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ, അത് വേറെ ഉണ്ട്. ഇപ്പം നമ്മൾ അക്കിഹബാറയിലാണ് ഉള്ളത്. ഇതൊരു ആനിമേ ലവേഴ്സിനുള്ള സ്പോട്ടാണ്. ഇവിടെ വരിക, ഏത് കടയിൽ വേണമെങ്കിൽ കയറാം. എല്ലാം ആനിമേ സ്റ്റോഴ്സാണ്. അതിനിടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ആനിമേറ്റിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എവിടെ നിന്നാണ് ഞാൻ ആനിമേ ഫിഗേഴ്സ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് കുറച്ചൊന്ന് മാറിയിട്ടുള്ളൊരു ഏരിയ ആണ്. അവിടെ കുറച്ചുകൂടെ ചീപ്പായിട്ടും കുറച്ചുകൂടെ വിൻറ്റേജ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി എല്ലാം എന്താ പറയുക, വിൻഡോ ഷോപ്പിംഗ് ആണ്. എല്ലാം കയറി കാണാൻ പോവുകയാണ്. ഡയറക്റ്റ് വാങ്ങുന്നില്ല, കണ്ടിട്ട് നമുക്ക് നോക്കാം. ഇവർക്കിത് ഓരോ ആനിമേയുടേത് ഓരോ ഫ്ലോറിലാണ്. അപ്പോൾ ജുജുത്സു കൈസൻ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്കത് കയറി നോക്കാം. ജുജുത്സു കൈസൻ നോക്കാം. ഇവിടുത്തെ മൊത്തം മാഗയുടെ സെക്ഷനാണ്. ഇവിടെ ഇപ്പം ഡീമൺ സ്ലെയർ ഉണ്ട്, പിന്നെ എന്താ എനിക്കറിയാവുന്നത് ജോജോസ് ബിസാർ അഡ്വഞ്ചറിൻ്റെ മാഗസീൻസ് ഉണ്ട്. ബ്ലൂ ലോക്കിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സെക്ഷൻ തന്നെയാണ്. സ്ട്രോബെറി ഡ്രൈസ് എന്ന് പറയുന്നില്ല. ഇങ്ങനെ അക്കിഹബാറയിൽ നിന്നും സ്ട്രോബെറി കഴിച്ചുകൊണ്ട് അച്ചുവും സംഘവും. പൈസ പോകാനുള്ള പരിപാടി അതിലാണ് ചെയ്യുന്നത്. സൈഡ് നോക്ക്. പൈസ ഇല്ല. അധികമാണോ? അത് പോയില്ല. പക്ഷെ അത് അവരുടെ എഫേർട്ടായിരുന്നു. അവര് കുറച്ച് പണി എടുത്തിട്ടുണ്ടായിരുന്നു. You did it, Kuja? Amazing. How much did you spend? I think we spent ആദ്യം ഒരു പ്രാവശ്യം ഇട്ടു, 2 പ്രാവശ്യം ഇട്ടു, 3. സോ 200, 400, 600 yen. 600 yen മീൻസ് എത്ര യൂറോ ആയിരിക്കും? 3 യൂറോ. 3 യൂറോയ്ക്ക് എല്ലാം അടിപൊളി ഫിഗർ. ഇതെന്താ സംഭവം എന്നറിയോ? നമുക്ക് ഇവിടെ ഇങ്ങനെ ഗെയിം കളിക്കാൻ പറ്റും. അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ പൈസ ഇടാം. ബേസിക്കലി ഗാംബ്ലിംഗ് ആണ്.
നമ്മൾ 200 yen വീതം, അതായത് ഒരു 1.25 യൂറോ നമ്മളിങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് ഈ സാധനം നീക്കണം. അതായത് ഇതിങ്ങനെ അറ്റത്താണ് ഉണ്ടാവുക. എന്നിട്ട് ജോയ്സ്റ്റിക്ക് വെച്ച് സാധനം നീക്കി ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എൻ്റെ മുന്നേ ഉള്ളവർ കുറച്ച് ട്രൈ ചെയ്തിരുന്നു, അവർ കുറച്ച് നീക്കി വെച്ചിരുന്നു, ഉള്ള സത്യം പറയണല്ലോ. പക്ഷെ ഞാനൊരു 3 പ്രാവശ്യം നോക്കിയപ്പം എനിക്കൊരു 600 yen ചെലവിൽ ഒരു ലൂഫിയുടെ ഫിഗർ കിട്ടിയിരിക്കുകയാണ്. അസംബിൾ ചെയ്യണം. എങ്ങനെ ഇരിക്കും അതിൽ എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തു. എനിക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി, കാരണം പ്രഷറായല്ലോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്തു, പിന്നെ എൻ്റെ കയ്യിലുള്ള 100 yen തീർന്നു പോയി. 100 മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പോയി 500 ചേഞ്ചൊക്കെ ആക്കി കൊണ്ടുവന്നു. പിന്നെ അതുലിൻ്റെ ഒരു മോട്ടിവേഷൻ കാരണം. നിനക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? സ്കാമാണെന്നൊക്കെ പറഞ്ഞ് ഞാനിവരെ കുറെ ചീത്ത വിളിച്ചായിരുന്നു. ജപ്പാനിൽ നമുക്ക് ഒരു സൗന്ദര്യം വീട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ അധ്വാനിച്ച് നേടി. ഇവിടെ പലതരത്തിലുള്ള വെൻഡിങ് മെഷീൻസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു ഗെയിമിംഗ് മെഷീൻ ഉണ്ട്. അതിന് അങ്ങനെ തന്നെയാണോ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. എന്താ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പൈസ ഇട്ടിട്ട്, ബേസിക്കലി ഒരു ഗാംബ്ലിംഗ് ആണ്. പൈസ ഇടുക. ഇപ്പൊ 200 yen ഇവിടെ വേണ്ടത്. പൈസ ഇട്ടിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നീക്കുക. നമ്മുടെ എന്തായാലും പറയാം ജോയ്സ്റ്റിക്ക് കൊണ്ട്. അപ്പൊ ജോയ്സ്റ്റിക്ക് കൊണ്ട് ഇതിങ്ങനെ നീക്കിയിട്ട് ആ സാധനം ലിഫ്റ്റ് ചെയ്ത് നിലത്തിടാം. അപ്പൊ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൂഫിനെ സ്വന്തമാക്കാം. അപ്പം ഗസ് ആരാണത് സ്വന്തമാക്കിയിരിക്കുന്നത്? കുട്ടി അതിലിന് വേണ്ടി, അതിലിന്റെ വല്ലാത്ത മോട്ടിവേഷൻ കൊണ്ട്, അതിലിന്റെ ഫുൾ മോട്ടിവേഷൻ ചെയ്ത് നോക്ക്. അങ്ങനെ ലൂഫിയുടെ പുതിയ വേർഷൻ നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ പോയി എന്റെ സാധനം? ബാഗിലുണ്ട്. അതിൽ സൈഡിൽ വീഡിയോ ഓവർലേ ചെയ്ത് കാണിക്കുന്നതാണ് നമ്മൾ സ്വന്തമാക്കിയത്. അവിടെ എത്ര ആൾക്കാരെ കളിക്കുന്നത് നോക്ക്. ഇവിടെ എനിക്ക് കുറച്ച് ലക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മൾ വന്നപ്പോ അത്ര ലൈവ്ലി അല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ തിരക്കായി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ. കാരണം ഇത് നമ്മൾ 1-2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും വി ആർ സോ ക്ലോസ് എന്ന്. അപ്പൊ നമുക്ക് പിന്നെയും പൈസ ഇങ്ങനെ ഇടാൻ വേണ്ടി ഒരു ടെൻഡൻസി വരും. അപ്പൊ ഞാൻ തീരുമാനിച്ചായിരുന്നു 600 yen 3 ട്രൈ കൂടുതൽ ഞാൻ ചെയ്യില്ല, കാരണം അതിന് അത്ര പൈസയേ ഉള്ളൂ. കാരണം ഇതൊരു ശരിക്കും ഗാംബ്ലിംഗ് പോലെ തന്നെയാണ്. അപ്പൊ ആൾക്കാർ ഇവിടെ 2000 yen ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ അടുത്തതിനെ പൊക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കിങ്ങനെ അവസാനം നമ്മുടെ കയ്യിലുള്ള ചില്ലറയൊക്കെ തീരുന്നിട്ട് നമ്മളിങ്ങനെ ശരിക്കുള്ള 1000 നോട്ടൊക്കെ കൊടുത്ത് അതൊക്കെ ചില്ലറയാക്കി വരും നമ്മള്. മറ്റേ എന്തായാലും സങ്കോസ്റ്റ് ഫാലസി. നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു ഒരു മെന്റാലിറ്റിയാണ് ഇവർ ഇവിടെ മുതലെടുക്കുന്നത്. പക്ഷെ നമ്മള് ദൃഢനിശ്ചയം വേണം, ഇത്രയും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യില്ല എന്ന്. ലൂഫീനെ കിട്ടുന്ന ഗെയിം മാത്രമല്ല കേട്ടോ, അങ്ങനെ പല ഗെയിംസും ഉണ്ട്. വിനിപ്പൂനെ കിട്ടും, ഗ്രാബ് ചെയ്യാം. ഇവരൊന്നും പേരെനിക്കറിയില്ല. ജെറീനെ കിട്ടും. ഈ ഐറ്റം ഇത് നമ്മൾ വാങ്ങിയിട്ടില്ലേ പണ്ട് വിദ്യാന്റെ മോന്. ഇങ്ങനെ ഒരു ഗാംബ്ലിംഗ് ലോകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഉണ്ടല്ലോ നമ്മളിത് കളിച്ച് ആ ഒറിജിനൽ ടോയിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്തിട്ടായിരിക്കും നമുക്കിത് കിട്ടുക. അത് അപ്പോഴേക്കും സങ്കടം വരിക. പക്ഷെ അതൊരു അഡിക്ഷൻ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു പോകും. ഇതൊക്കെയാണ് ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതില് ഫുൾ ചതിക്കുഴികളാണ്. എന്തൊരു ഫാസ്റ്റ് ആയിട്ട് ലിഫ്റ്റുകളൊക്കെ. നമ്മളിവിടുത്തെ ഒരു പാൻ കേക്ക് കഴിക്കാൻ വന്നതാണ്. ഇത് ഭയങ്കര ഫ്ലഫി പാൻ കേക്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ഫ്ലഫി അല്ല, ഭയങ്കര തിക്കാണ്. തിരാമിസു ഫ്ലേവർ. നത്തിങ് എന്താ പറയുക, അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല, ഒരു സാധാരണ പാൻ കേക്ക്. കുറച്ച് കട്ടിയുണ്ട്. പിന്നെ ഇവിടെ മൊത്തത്തിൽ പാൻ കേക്കുകൾക്ക് കുറച്ച് കട്ടിയുണ്ടല്ലോ അല്ലേ? ഇവിടുത്തെ ഫുഡിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ലതൊക്കെയാണ്. പക്ഷെ ഒരു ഭക്ഷണം പോലും ഞാനിങ്ങനെ മേ ബി കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ് ആണെന്ന്. ഞാൻ ഒട്ടും ശീലമില്ലാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം ഇങ്ങനെ എനിക്ക് തോന്നുന്നത്. ഐ ഫീൽ ലൈക്ക് ഒന്നും
എന്താ പറയുക, പിന്നെയും വന്ന് കഴിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, കഴിച്ചു, കൊള്ളാം, ഓക്കെ. നാളെ ഞാനിവിടെ രണ്ടാമതും വന്ന് കഴിക്കുകയോ ഇല്ല. അങ്ങനെയായിരുന്നു എനിക്ക് എല്ലാ ഫുഡും എക്സെപ്റ്റ് നമ്മൾ ക്യോട്ടോ എന്ന് കഴിച്ച ഗ്യോസ, അതൊഴിച്ച് ബാക്കിയല്ല. നിനക്കെങ്ങനെയായിരുന്നു? എനിക്ക് അതിലും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. പ്രോബ്ലി ചിലപ്പോൾ നിനക്ക് ബീഫ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കാണും അല്ലേ? കോബെ ബീഫ്. അതിൽ കോബെ ബീഫ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, എല്ലാവരും ജാപ്പനീസ് ഫുഡ് ഭയങ്കര അടിപൊളിയാണെന്നാണ് പറയുന്നത്. പക്ഷേ നല്ലതാണ്, പക്ഷെ ഞാൻ കുറച്ച് സഫർ ചെയ്യുന്നുണ്ട്. എവിടെയാ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഒരെണ്ണം ഓൾറെഡി വാങ്ങിക്കാതെ തന്നെ എനിക്ക് വിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് 1-2 മേടിക്കാം. കൺകുളിർക്കെ കാണുന്നുണ്ടോ നീ ഇതൊക്കെ? കാണിക്കും ഇങ്ങോട്ടേക്ക്. കുട്ടിക്ക് അങ്ങ് സന്തോഷം വന്നിട്ട് വയ്യ. എനിക്ക് വേണ്ടി വിൻ ചെയ്യും. കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് വരുന്നില്ല എന്നാ? ഇവിടെ ജോലി കിട്ടായിരുന്നെങ്കിലല്ലേ. ഇന്നത്തെ ദിവസം മൊത്തം ആക്റ്റീവ് ഹാർബറിൽ സ്പെൻഡ് ചെയ്തു. ഐ ആം സോ ഗ്ലാഡ്. ഈ കുട്ടികളെയൊക്കെ അഴിച്ചു വിട്ടാലുണ്ടാവില്ലേ ഈ ടോയ് ഷോപ്പിലൊക്കെ, അതാണ് അവസ്ഥ. ഇപ്പം കുനിയുന്നു, താഴുന്നു, മറയുന്നു, അതെടുത്ത് നോക്കുന്നു, ഇതെടുത്ത് നോക്കുന്നു. വെർമീറിന്റെ മിൽക്ക് മെയ്ഡിന്റെ 3D വരെ ഉണ്ടല്ലോ. അതിന് ഗ്ലെയർ അടിച്ചിട്ടെ. വെർമീറിന്റെ മിൽക്ക് മെയ്ഡിന്റെ 3D. ഇതിന്റെ ഏറ്റവും അടിപൊളി എന്താ അറിയോ? ഈ ക്യാരക്ടറിന്റെ ഹെയർ നമുക്ക് റിമൂവ് ചെയ്യാം. ഹെയർ റിമൂവ് ചെയ്തില്ല, ഫേസ് എക്സ്പ്രഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹെയർ റിമൂവ് ചെയ്തിട്ട് ഫേസ് മാറ്റി വെക്കാം. ഈവൻ ക്യാപ്പ് വരെ ഇടിക്കാൻ പറ്റും. എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഒരു ക്യാരക്ടറിന്റെ തന്നെ പല എക്സ്പ്രഷൻസ് ഒരു സിംഗിൾ പീസിൽ നമുക്ക് കിട്ടും. ലൂഫിയുടെ നോക്കിയാൽ ലൂഫിയുടെ കൈയിൻ്റെ പല ലെങ്ത്തിലുള്ള പല ആംഗിളിൽ പോകുന്ന ലൂഫിയുടെ കൈയുണ്ട് ഇതിൽ. സോ ഒരൊറ്റ ഇത് കണ്ട് നമുക്ക് ബോറടിക്കില്ല. സോ കൂളല്ലേ? ഇതാരാണ്? ഇരിക്കുന്നത് നമ്മുടെ ഗോഡ്സില്ല. ജപ്പാനിൽ വന്നിട്ട് ഗോഡ്സിലയെ കാണാതെ എങ്ങനെയാണ്? ജപ്പാൻകാരുടെ സ്വന്തം ഒരു ഡൈനോസർ വേർഷൻ പോലത്തെ സാധനമാണ്. പക്ഷേ ഗോഡ്സില്ല വെള്ളത്തിലാണ് ഉണ്ടാവുക, ഫുൾ ടൈം വെള്ളത്തിലാണ് ഉണ്ടാവുക. പിന്നെ ഗോഡ്സില്ല മൂവിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ആൾക്കാർക്ക് ഗോഡ്സില്ല അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസും വേറെ ആൽഫ ആയിട്ടുള്ള ക്രിയേച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
ഗോഡ്സില്ല ഒരു ഒറിജിനൽ ക്രിയേറ്റഡ് ജാപ്പനീസ് ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഗോഡ്സില്ലയുടെ ജാപ്പനീസിലുള്ള പേര് ഗൊജീറ എന്നാണ്. ഗൊജീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൊജീറ എന്ന പേരിലൊരു ബാൻഡുണ്ട് ഞാൻ കേൾക്കുന്നത്, ഒരു ഫ്രഞ്ച് ബാൻഡാണ് ഗൊജീറ. അപ്പോൾ അവരും ഈ ഗൊജീറയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അവരുടെ ബാൻഡ് നെയിം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പം ജനറലി ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഗോഡ്സില്ല എന്ന് പറയും, ജാപ്പനീസ് പറയുമ്പോൾ ഗൊജീറ എന്ന് പറയും. It's really nice. The burnt chili, so nice. ഓക്കെ, നമ്മൾ കഴിച്ചിട്ട് വരാം. കാരണം നമ്മൾ കുറച്ച് ഗ്യോസയും കൂടെ ഓർഡർ ചെയ്തു. ആനിമയുടെ ടോറി ഗേറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ആനിമ വേൾഡിലേക്കുള്ള ടോറി ഗേറ്റ്. അപ്പം നാറൂട്ടോയുടെ സാഗെ മോഡലുള്ള ഡിറ്റാച്ചബിൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്ന് വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇപ്പം കുറച്ച് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുൾ വേൾഡ് ഓഫ് ആനിമയാണ്. ഇവിടെ വരിക, ഇതിനകത്ത് ലോസ്റ്റ് ആവുക, എന്തെങ്കിലുമൊക്കെ നല്ല സാധനം കണ്ടുപിടിക്കുക, വാങ്ങിക്കുക. ഇതാണ് കേട്ടോ പെറ്റ് വെൻഡിങ് മെഷീൻ. എല്ലാത്തിനും വെൻഡിങ് മെഷീനിലുള്ള ആളാണ്. പട്ടീനെയും പൂച്ചേനെയും എല്ലാത്തിനെയും നമുക്ക് മേടിച്ചെടുക്കാം. അതിൻ്റെ വില കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിക്കാം.